സുഹൃത്തുക്കളായിരുന്നു അബൂദർ അൽ ഗിഫാരിയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുമ. ഇരുവരും പ്രവാചകന്റെ ആത്മസുഹൃത്തുക്കളും. ഒരു ദിവസം അബൂദർ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. കറുത്തവളോട് മോനെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനായിരുന്നു. ബിലാലിന്റെ ഉമ്മയുടെ നിറവും കറുപ്പായിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും താൻ ഉപയോഗിച്ച വാക്കുകളുടെ കാഠിന്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു. അബൂദർ റളിയല്ലാഹു അൻഹുവിന് അതിയായ കുറ്റബോധമുണ്ടായി. അദ്ദേഹം തന്റെ തല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ വെച്ചു കൊടുത്തിട്ട് അതിൽ ചവിട്ടാനും അങ്ങനെ താൻ ഉപയോഗിച്ച വാക്കുകൾക്ക് പ്രായശ്ചിത്തമാകട്ടെ എന്നും അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. തന്റെ ആത്മസുഹൃത്തിന്റെ വിലാപത്തിന് മുന്നിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. വാക്കുകളുടെ കരുത്തും മൂർച്ചയും പഠിപ്പിക്കുന്ന മനോഹരമായ സംഭവമാണിത്. വാക്കുകൾ നിയന്ത്രിതമായാൽ തന്നെ ജീവിതം നിയന്ത്രിതമാകും. റമളാനിൽ വയറിനു മാത്രമല്ലല്ലോ വ്രതം, നാവിനും കണ്ണിനും കാതിനും ഒക്കെ വ്രതമാണ്. ആ തിരിച്ചറിവ് നമുക്കേവർക്കും വേണം.